ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് സച്ചിയോട് പറയാണ്, സച്ചിയേട്ടാ ഞാൻ അവിടെ പോയത് ഇത്രയും വലിയ തെറ്റാണ് സച്ചിയേട്ടാ. ദേ എന്തിനാ സച്ചിയേട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേ നീ എന്നോടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു നിന്റെ വീട്ടിൽ നിന്റെ അനിയനെ ഫംഗ്ഷൻ കൂടാനായിട്ട് പോകരുതെന്ന്. എന്നിട്ട് എൻ്റെ വാക്കം ധിക്കരിച്ചുകൊണ്ട് നീ പോയി. അതുകൊണ്ട് നീ എന്നോട് മേലെ വർത്തമാനം പറയാനായിട്ട് വരണ്ട, ഇനി മുതൽ ഞാൻ കുടിച്ചിട്ടേ വരുള്ളൂ എന്നൊക്കെ സച്ചിയോടെ പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതി ആണെങ്കിൽ ഓഹോ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അച്ഛനോട് പറയും എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. ഇത് കേട്ട സച്ചിക്ക് കലി വന്നിട്ട് ആഹ കൊള്ളാലോ, എൻ്റെ അച്ഛന് സമാധാനം നീ കൊടുക്കൂലല്ലേ? എൻ്റെ അച്ഛൻ സമാധാനത്തോടെ ഉറങ്ങാൻ നീ സമ്മതിക്കില്ലല്ലേ? ഉറങ്ങി കിടക്കുന്ന എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ കുടിച്ചു വന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കുടുംബം കലക്കാനല്ലേ നീ നോക്കുന്നത് എന്നൊക്കെ രേവതിയുടെ മുന്നിൽ നോക്കി ഇങ്ങനെ പറയുകയാണ്. സച്ചിയേട്ട എന്താ സച്ചിയേട്ട ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ സച്ചി എനിക്കൊന്നും കേൾക്കണ്ട, ഒന്നും നിന്നുള്ള എല്ലാ കമ്പനിയും ഞാൻ വിട്ടു, എൻ്റെ ഭാര്യ എൻ്റെ വാക്ക് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സെറ്റിലേക്ക് പടക്കം തന്നെ ദാ കിടക്കുന്നു. അതോടെ സച്ചിയുടെ ബോധവും പോയി. അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് ആഹാ കൊള്ളാം, ഇഷ്ടപ്പെട്ടു എനിക്ക് എന്ന് ചന്ദ്ര ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ രേവതി സന്തോഷമായില്ല നിങ്ങൾക്ക്? നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നില്ലേ? അതേടി എനിക്ക് സന്തോഷമായി. പക്ഷേ മകൻ ഇങ്ങനെ കുടിച്ച് ലെക്ക് കെട്ട് വന്ന് ഇങ്ങനെ ബോധമില്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു അമ്മയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടി ഞാൻ സന്തോഷിക്കുന്നത് നിന്നെയോർത്താണ്, അല്ലാതെ വേറെ ആരെയും ഓർത്തല്ല എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ, കരഞ്ഞ് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങാം. അപ്പോൾ രേവതി ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവരികയാണ്. നമ്മുടെ രവിയും വരികയാണ്. അപ്പോൾ രവി ഈ ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ അച്ഛ ഇന്ന വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. മോളെ ഇന്നലെ സച്ചി വൈകിയാണോ വന്നത്? അതെ അതെ അച്ഛ, വൈകിയാണ് വന്നത് എന്ന് പറയുകയാണ്. ഓഹോ വൈകിയാണ് വന്നതല്ലേ? നോക്കിക്കണ്ടേ ഇവൻ്റെ കിടപ്പ്. നേരത്തേക്കേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല മോളെ. നീ വന്നതിൽ പിന്നെയാണ് ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്. അതുവരെ എനിക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. ഇവന് വേണ്ടി ഇങ്ങനെ കാവലിരിക്കുമായിരുന്നു. നേരം വെളുക്കുന്നത് വരെ ചിലപ്പോഴൊക്കെ അവൻ വരാനായിട്ട് ഒത്തിരി വൈകുമായിരുന്നു. ഇവന് വേണ്ടി എന്തോരം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയാ. അങ്ങനെ നമ്മുടെ രേവതി ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. എന്താണ് സച്ചി, നീ പേടിപ്പിച്ച് കളയല്ല, നീ എന്തിനാണ് കിടന്നിങ്ങനെ ഒച്ചപ്പാണ്ടാക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. നീ ഇന്നലെ വൈകിയാണല്ലേ വന്നത്, എന്നിട്ട് ഇവിടെ തന്നെ നീ കിടന്നുറങ്ങി? അതെ അച്ഛാ, ഞാൻ വൈകിയാ വന്നത് അച്ഛാ, ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയാച്ചാ. മനസ്സിലായി. അങ്ങനെ സച്ചി അവിടെ നിന്ന് പതിയെ എണീറ്റ് നേരെ അങ്ങോട്ട് പോകുമ്പോൾ സച്ചിയേട്ടാ ഇന്ന ചായ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം. എനിക്ക് നിന്റെ ചായ വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ചായയല്ല വേണ്ടത്, എനിക്ക് മനസ്സിന് സമാധാനത്തിന് വേണ്ടി ദേ മദ്യമാണ് വേണ്ടത്, മദ്യം എന്നിങ്ങനെ രേവതിയോട് പതുക്കെ പറയാം. പറഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ പേടി തോന്നി. അപ്പോൾ സച്ചി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ചന്ദ്ര വരിക. അപ്പോൾ ചന്ദ്ര വന്നു കഴിഞ്ഞപ്പോഴേക്കും ചായ ഇല്ലേ? ഇന്നമ്മേ ചായ. നീ ഇത് സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതല്ലേ, എന്നിട്ട് അവൻ മേടിച്ചില്ലല്ലോ, വിശ്വസിച്ച് കുടിക്കാവോ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അപ്പോൾ രവി എടുത്ത് വായിക്കും, കട തുറന്നില്ലല്ലോ ചന്ദ്രേ, അതിനു മുമ്പ് തുടങ്ങിയോ എങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മിണ്ടാതിരിക്കുക. അങ്ങനെ സച്ചിയാണെങ്കിൽ കുളിക്കാനായിട്ട് തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ താക്കോലൊക്കെ എടുത്തിട്ട് നേരെ ബെഡിലേക്ക് ഇട്ടിട്ട് നേരെ ബാത്റൂമിലേക്ക് കയറി പോവുക. ഈ സമയം തന്നെ രേവതി ആണെങ്കിൽ ദൈവമേ സച്ചിയേട്ടനെ ഇന്നലെ കുടിച്ച് വന്ന കാര്യം എങ്ങനെയെങ്കിലും അച്ഛനെ അറിയിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഇന്നും സച്ചിയേട്ടനെ കുടിച്ചിട്ട് വരും. ഇത് ശരിയാവില്ല. അങ്ങനെ ഡെയിലി കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ്റെ ഹെൽത്തിന് വല്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നൊക്കെ, ഇതിന് എന്തോ ഒരു പോംവഴി. അപ്പോഴാണ് രേവതി ഒരു കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ രേവതി നേരെ റൂമിലേക്ക് കയറി ചെന്നപ്പോഴേക്കും താക്കോൽ അവിടെ കിടക്കുക. അങ്ങനെ താക്കോൽ എടുത്തുകൊണ്ട് നേരെ രേവതി പോവുകയും ചെയ്യാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോൾ താക്കോൽ കാണാനില്ല. അയ്യോ ദൈവമേ, ഞാൻ താക്കോൽ ഇവിടെയാണോ വെച്ചത്? പക്ഷെ താക്കോൽ കാണുന്നില്ലല്ലോ. അങ്ങനെ സച്ചി നേരെ താഴത്തേക്ക് ഇറങ്ങുക. താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് സച്ചിയാണെങ്കിൽ അവിടെ മൊത്തം നോക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കണം, എന്താടാ നീ എന്താ ഇങ്ങനെ പരക്കമായി നടക്കുന്നത്? നീ എന്താ നോക്കുന്നത്? അച്ഛാ എൻ്റെ താക്കോല് കണ്ടോ അച്ഛാ? എൻ്റെ താക്കോല് കാണാനില്ല. അപ്പോഴേക്കും ചന്ദ്ര അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എങ്ങനെ താക്കോല് കാണാനാ? ഇന്നലെ ബോധം കിട്ടൊരവസ്ഥയിലല്ലേ വന്നത്, ബോധമില്ലാത്ത നീ എവിടെ കൊണ്ട് താക്കോല് വെച്ചെന്നറിയാനാണ്. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും രേവതിയുടെ ആ ലക്ഷ്യം അതായിരുന്നു. കാരണം ഈ ചന്ദ്രയുടെ നാവിൽ നിന്നും ഇങ്ങനൊരു കാര്യം വരുമെന്ന് രേവതിക്ക് അറിയായിരുന്നു. അതിനുവേണ്ടിയാ രേവതി ഇങ്ങനൊരു കാര്യം കാണിച്ചത്.
അപ്പോൾ അപ്പോൾ നമ്മുടെ രവി ചോദിക്കുകയാണ്, ഇവൻ കുടിച്ചെന്നോ? ചന്ദ്ര, നീ അനാവശ്യം പറയാൻ നിൽക്കരുത്, അവനൊന്നും കുടിച്ചിട്ട് വരെയൊന്നുമില്ല. അപ്പോഴേക്കും രേവതിയും അങ്ങോട്ട് വരികയാണ്. മോളെ രേവതി, സച്ചിയുടെ താക്കോൽ വല്ലതും കണ്ടായിരുന്നോ എന്നൊക്കെ എനിക്ക് ചോദിച്ചപ്പോഴേക്കും, ഇല്ല അച്ഛാ, ഞാനൊന്നും കണ്ടില്ല. അച്ഛാ, ഇവിടെ ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. അതേടാ, അതാണല്ലോ ഇവിടെ ഉള്ളവർക്ക് ജോലി. നിന്റെ താക്കോല് മാറ്റി വെച്ചിട്ടുണ്ടാവും, അതാണല്ലോ നീ പറയുന്നത്. എടാ, നീ ഇന്നലെ കുടിച്ചിട്ട് വന്നായിരുന്നോടാ? കുടിച്ചിട്ട് ബോധമില്ലാതെയാണോ നീ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ, ഞാൻ ബോധമില്ലാതെ നല്ല അച്ഛാ വന്നത്, ഞാൻ ചെറുതായിട്ട് കുടിച്ചോളൂ. നിന്റെ ചെറുത് എങ്ങനെയാണെന്ന് എനിക്കറിയാലോ. നീ ചെറുതേ കുടിച്ചിട്ടുള്ളെന്ന് വന്നെന്ന് പറഞ്ഞാൽ നീ മൂക്കുമുട്ടെ കുടിച്ചിട്ടായിരിക്കും വന്നത്. സച്ചി, ഇതെല്ലാം തീർന്നല്ലേ നിനക്ക്? നീ വീണ്ടും എന്തിനാ കുടിച്ചിട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. ഞമ്മഴേക്കും, അച്ഛാ, അത് ഞാൻ ചുമ്മാന്നോ? കുടുംബത്തിൽ ഇനി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ? രേവതി മോളെ, ഇവനെ നിലക്ക് നിർത്തിക്കൊള്ളാം. ഇനിയും കുടിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ട. നീ എവിടെ നിന്നാണോ കുടിച്ചത് നീ അവിടെ കിടന്നാൽ മതി, അതായിരിക്കും നിനക്ക് നല്ലത്. കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. രേവതി, ഇനി അവൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വാതിൽ തുറക്കരുത്. ശരി അച്ഛാ, അച്ഛൻ പറയുന്നത് പോലെ ഞാൻ കേട്ടോളാം അച്ഛാ എന്ന് രേവതി ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ചന്ദ്ര പിന്നെ അവളോട് പറയാൻ പോകുന്നു. അവളുടെ മനസ്സിലെ ആഗ്രഹമേ അവൻ കുടിച്ചിട്ട് വരണോന്നാ. എന്നാലല്ലേ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവൾക്ക് നിറവേറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ചന്ദ്രേ, നീ ഒന്നും മിണ്ടാതിരിക്കേ. നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. എടാ സച്ചി, ഇനി മേലെ നീ കുടിച്ചിട്ട് വരരുത്. കുടിച്ചിട്ട് വന്നാ കാതക് തുറന്നു തരില്ല. കേട്ടല്ലോ രേവതി? ശരിയച്ചാ, ശരിയെന്ന് പറഞ്ഞാൽ പോരാ, ചെയ്യണം. കാതക് തുറന്ന് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. മനസ്സിലായോ? മനസ്സിലായി അച്ഛാ. ചിലപ്പോഴേ സച്ചിയേട്ടൻ ഇന്നലെ കുടിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ താക്കോല് വല്ലതും അടുക്കളയിൽ വെച്ചിരുന്നെങ്കിലോ? അത് ശരിയായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ അതിന് ഞാൻ അടുക്കളയിലോട്ട് പോയില്ലല്ലോ. അതേടാ, നീ അടുക്കളയിലോട്ട് പോയില്ല. കുടിച്ച് ബോധം കെട്ട് നീ എവിടെ പോയി എവിടെ നിന്നൊക്കെ ആർക്കറിയാം. നീ എന്നിട്ട് അടുക്കളയിലോട്ടൊന്നും പോയില്ലെന്ന് പറഞ്ഞാൽ മതി. നിനക്ക് അത് മാത്രം മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം. ഇല്ല അച്ഛാ, എനിക്കങ്ങനെ ഒരു ഓർമ്മയില്ല അച്ഛാ അടുക്കളയിലോട്ട് പോയത്. രേവതി, ഞാൻ ഏതായാലും പോയി നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് പോയിട്ട് ആ താക്കോൽ വെച്ച് ആ ഡബ്ബയിൽ നിന്ന് താക്കോൽ എടുക്കാം. താക്കോൽ എടുത്തിട്ട് നേരെ, സച്ചിയേട്ടാ, ഇന്ന താക്കോല്. ഇപ്പം സച്ചിക്കൊരു സംശയം. അങ്ങനെ സച്ചി ആ താക്കോല് മേടിക്കുകയാണ്. സച്ചിക്ക് മനസ്സിലായി രേവതി ആ താക്കോല് മാറ്റിയതാണെന്ന്. അപ്പോൾ രവിയാണെങ്കിൽ, കണ്ടോ, അവൻ വല്ലോടത്തും കൊണ്ട് താക്കോല് കൊണ്ടേ വെച്ചു, എന്നിട്ടിപ്പോൾ മറ്റുള്ളവരുടെ മേലിൽ പഴി. ആ കൊച്ചെടുത്തോണ്ട് വന്നുകൊണ്ട് നിനക്ക് താക്കോല് കിട്ടിയില്ലേ? എന്തോ നാടാ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പം രേവതി ഒന്നും അറിയാത്ത രീതിയിൽ അടുക്കളയിലേക്ക് പോയി പാത്രമൊക്കെ ഇങ്ങനെ കഴുകി വെക്കാം. അപ്പം സച്ചി അങ്ങോട്ട് ചെന്നിട്ട്, എടി, നീയല്ലേ താക്കോലടിച്ച് മാറ്റിയത്? ഞാനതിനെ താക്കോലടിച്ച് മാറ്റുന്നത്? നീ തന്നെയാ താക്കോലെടുത്ത് മാറ്റി വെച്ചത്. ഞാനിവിടെ ഇന്നലെ കുടിച്ചിട്ട് വന്നതാണെന്ന് നീ നിനക്ക് അച്ഛനെ അറിയിക്കണം. അതിനു വേണ്ടിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത്. അതേ സച്ചിയേട്ടാ, ഞാൻ തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തത്. കാരണം സച്ചിയേട്ടൻ ഇനി കുടിച്ചിട്ട് വരാതിരിക്കാൻ. സച്ചിയേട്ടൻ ഇന്നും കുടിച്ചിട്ട് വരുമെന്ന് എനിക്കറിയാം. സച്ചിയേട്ടൻ കുടിച്ചിട്ട് വന്നാലേ സച്ചിയുടെ ശരീരത്തിന് അത് ദോഷമാണ്. നിർത്തടി, മിണ്ടി പോകരുത് നീ. എൻ്റെ ശരീരത്തിന് ദോഷം, എൻ്റെ മനസ്സേ കെട്ടുപോയി. ഞാൻ പറയുന്ന കാര്യം നീ ഒരു തുള്ളി പോലും അനുസരിച്ചില്ല. അപ്പൊ പിന്നെ എൻ്റെ ശരീരം കെട്ടുപോയാൽ എന്താടി കുഴപ്പം എന്ന് രേവതിയുടെ മുഖത്ത് നോക്കി തന്നെ പറയാ. ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല. അടങ്ങൊന്നും നീ വിചാരിക്കാൻ വേണ്ട. നീ അച്ഛനെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം സോൾവായി അങ്ങോട്ട് മാറി നിൽക്കുമെന്നോ? ഒരിക്കലും അത് പ്രതീക്ഷിക്കണ്ട. അത് നടക്കത്തുമില്ല. എനിക്കറിയാം എന്താ വേണമെന്ന്. ഞാൻ പറയുന്നത് നീ കേട്ടുപോലുമില്ല. അപ്പോൾ എൻ്റെ വാക്കിന് ഒരു വിലയും നീ കൽപ്പിച്ചിട്ടില്ലെന്നർത്ഥം. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് കാണേണ്ടത്, എന്താണ് കേൾക്കേണ്ടതെന്നൊക്കെ ചോദിക്കുക. എവിടെ പോയി, ഞാൻ എങ്ങനെ വന്നു, ഏത് സമയത്ത് വന്നു ഒന്നും നീ തിരക്കണ്ട. നീ നിന്റെ കാര്യം നോക്ക്, നിന്റെ അനിയൻ്റെ കാര്യം നോക്ക്. അതാണല്ലോ നിനക്ക് വലുത് എന്നൊക്കെ രേവതിയുടെ മുഖത്ത് നോക്കി പച്ചയായി പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവാണ്. സച്ചി പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കരയേറെ സങ്കടം. എന്ത് ചെയ്യും ഇനി? സച്ചിയേട്ടൻ എങ്ങനെ പറഞ്ഞ് മാറ്റിയെടുക്കും? അനിൽ ഫംഗ്ഷന് കൂടാൻ പോയത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി വണ്ടിയായിട്ട് വരിക. അപ്പോൾ ഒരു പെണ്ണിങ്ങനെ വഴിയിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഭയങ്കര കരച്ചിൽ. അപ്പോൾ സച്ചിയുടെ വണ്ടി വന്ന് ഈ പെണ്ണിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ നിർത്തുകയാണ്. നിങ്ങളാണോ വണ്ടി ബുക്ക് ചെയ്തത്? അതെ, ഞാൻ തന്നെ ബുക്ക് ചെയ്ത്. എന്നെ മെഡിക്കൽ കോളേജ് വരെ ഒന്ന് കൊണ്ടുപോകാവോ? കയറ്, പെട്ടെന്ന് കയറ് എന്ന് പറയുക. അങ്ങനെ ആ പെണ്ണ് വണ്ടി കയറിയിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുന്ന് കരയാണ്. സച്ചി കണ്ണാടി കൂടി ഇത് കാണുന്നുണ്ട്. ഹലോ, എന്താ പറ്റിയത്? എന്താ ചേട്ടാ, എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ കുറേ നേരം ആയല്ലോ, ഞാൻ വണ്ടിയായിട്ട് വന്നപ്പോഴും വഴിയിൽ നിന്ന് കരയായിരുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പോകുമെന്ന് പറയുന്നു. എന്താ സുഖമില്ലേ?
എന്താ അസുഖം? അസുഖമൊന്നുമില്ല ചേട്ടാ. പിന്നെന്താ പ്രശ്നം? അത് എന്താണെങ്കിലും പറ. എന്നൊരു അന്യനായിട്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം അനിയനായിട്ട് കരുതിയാൽ മതി. എന്താണെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അത് പിന്നെ ചേട്ടാ, എൻ്റെ ചേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഒരു പനി വന്നതാ, ഇപ്പോൾ ICUലാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ICUലോ? എന്നിട്ട് നിങ്ങൾ കാണാൻ പോവാണോ? അതെ, ഞാൻ കാണാൻ പോവാ. പക്ഷെ എൻ്റെ ഭർത്താവും എൻ്റെ ചേട്ടനും തമ്മിൽ മിണ്ടുന്നില്ല. അവർ ഒരുപാട് വർഷങ്ങളായിട്ട് വഴക്കില്ല. എൻ്റെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ചേട്ടനെ ഒരിക്കലും നീ കാണാൻ പോകരുത്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇടപെടാനായിട്ട് നിൽക്കരുത് എന്നൊക്കെയാ എൻ്റെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പല്ലേ, എൻ്റെ ചേട്ടന് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയാണ്. എൻ്റെ ചേട്ടനെ എനിക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. എൻ്റെ ചേട്ടനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും വലുതാക്കിയതും ഒക്കെ എൻ്റെ ചേട്ടനാണ്. എനിക്ക് അച്ഛനില്ലേ, അച്ഛനില്ലാത്തൊരു കുറവ് എൻ്റെ ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ചേട്ടനെ കാണാൻ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയും, എന്നെ വല്ലാതെ ഷൗട്ട് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഈ പെണ്ണ് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കഥയാണ് സച്ചിക്ക് ഓർമ്മ വന്നത്. രേവതിയോട് നീ എന്തിനാണ് എൻ്റെ വാക്ക് ധിക്കരിച്ച് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സച്ചിയേട്ടാ, അവൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ, അവൻ്റെ പിറന്നാളിന് ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകാനാണ് സച്ചിയേട്ടാ? അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, അവനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. അതുകൊണ്ട് അവൻ്റെ ഫംഗ്ഷന് ഞാനിങ്ങനെ പോയില്ലെങ്കിൽ അതിന് മാത്രം തെറ്റാണ് സച്ചിയേട്ടൻ ഞാൻ ചെയ്തത് എന്നൊക്കെ രേവതി കരഞ്ഞു പറഞ്ഞ ആ ഒരു രംഗങ്ങളെല്ലാം ഒരു നിമിഷം അവിടെ സച്ചി ഓർമ്മയിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.